ഞാനിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ മൗണ്ട് അബുവിനടുത്തുള്ള അജൽഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ഒരു ക്യാമ്പിംഗ് സൈറ്റ്, ഈ ക്യാമ്പിംഗ് സൈറ്റിൻ്റെ പേരാണ് മൗണ്ട് അബു ട്രക്കിംഗ് ആൻഡ് നൈറ്റ് ക്യാമ്പിംഗ്. അപ്പോൾ ഞാനിവിടെ ഇന്നലെ എത്തിയതാണ്. മൗണ്ട് അബുവിൽ നിന്ന് നേരെ ഞാൻ ഇങ്ങോട്ടേക്ക് എത്തി നമ്മുടെ ഒരു ഫ്രണ്ട് വഴി. അവിടെ നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം ഞാൻ ഇവിടെ ഫുൾ എൻജോയ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഗസ്റ്റസ് ആയിട്ട് കുറേ ഗുജറാത്തിൽ നിന്ന് വന്ന കുറേ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് ബാക്കി കിടക്കാം. I've always had a way of keeping close, beating, hiding. I've been calling out your name from the darkness, thinking it's too late. If you're finding I've been too much on your plate, I'll keep hiding, calling out your name, calling out your name. അപ്പോൾ ഒരു ഇൻസ്ട്രക്ടർ എന്നോണാണ് ഞാനിവിടെ ഈ ക്യാമ്പ് സൈറ്റിൽ 2 ദിവസം ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഇവർ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനൊരു സ്ഥലവും അതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ തന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് വർക്ക് ചെയ്ത് കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കുറേ ഗസ്റ്റസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ പിള്ളേരുകളാണ്. ഇവരൊക്കെ മാനേജ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനും ഒരു ഹെൽപ്പ് എന്നുള്ളോണം ഇന്നത്തെ ഇവരുടെ ട്രക്കിങ്ങും അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചേക്കാണ്. അപ്പോൾ ഞങ്ങൾ ട്രക്കിങ് ഇവിടെ തുടങ്ങി. അപ്പോൾ ഒരു കാട്ടിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ ഒരു പക്ഷേ കരടികൾ ഈ സമയത്ത് ഉണ്ടോയെന്ന് അറിയില്ല. വൈകുന്നേരങ്ങളിൽ ഇവിടെ എന്തായാലും കരടി ഇറങ്ങുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ പുലികളും കുറേ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇന്ന് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അതിനെയൊക്കെ ഒന്ന് കാണാൻ പറ്റും. ഇതിനുള്ളിൽ ഞങ്ങൾ എത്തി. അപ്പോൾ ഇവിടെ വെച്ച് ചെറിയൊരു ഫോട്ടോ സെക്ഷന് വേണ്ടി ഒരു ഏരിയ കണ്ടെത്തിയിട്ട് എല്ലാവരും അതിനു വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഇതൊക്കെയാണ് നമ്മുടെ പിള്ളേർ. ഇന്ന് നമുക്ക് ഗസ്റ്റസ് ആയിട്ട് വന്ന പിള്ളേരുകൾ. അപ്പോൾ ഗൈസ്, ദേ നമ്മളിവിടെ വന്നപ്പോൾ കണ്ടോ, ഒരു കാട്ടുപോത്തിൻ്റെ സ്കള്ളാണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് പുലി പിടിച്ചതാവാനാണ് സാധ്യത. ഇവിടെ എല്ലാവരും അങ്ങനെയാണ് പറയണത്. എൻ്റെ കുറേ ബാക്കി എല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഗൈസ്, ബാക്കി എല്ലാവരും പോയി. ഞാനും ഇനി ഇവിടെ ഒറ്റയ്ക്ക് നിന്നാൽ ശരിയാവില്ല. അപ്പോൾ അവരുടെ അടുത്തേക്ക് വേഗം പോവാണ്. യെസ്, ഹായ്. We are Black Commandos. Yeah. You know what we are? We are Black Commandos. Hey, Black Commandos. Black Commandos अभी थोड़ी देर शांति रखें. White Commando बन जाओगे वरना. Ozzy, Ozzy. Bye bye. Ozzy, Ozzy, Ozzy. Bye bye. Ozzy, Ozzy, Ozzy. Bye bye. Ozzy. Bye. Ozzy. Bye. Ozzy. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലെയുള്ള കുറേ ട്രക്കിംഗ് പരിപാടികളൊക്കെ നമ്മുടെ അവിടെയും വയ്ക്കണം. ഉണ്ടാവും ഒരു പക്ഷേ അധികമൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴാണ് ഞാൻ ഇതുപോലെ ചെറിയ പിള്ളേർ, അതായത് 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള പിള്ളേരെയും കൊണ്ടാണ് ഇതുപോലെയുള്ള ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യണത്. അപ്പോൾ അതൊക്കെ അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ തന്നെ വർദ്ധിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതുപോലെയുള്ള പരിപാടികൾ ഇനിയും നമ്മുടെ അവിടെയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടോ, ചെറിയ പിള്ളേരൊക്കെ. ഇപ്പോൾ നല്ല പൊരിഞ്ഞ വെയിലാണ്. സമയം 12 മണിയോട് അടുത്തായി. കരടീനെ കാണുന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ ചെയ്യണ്ട. എല്ലാ പിള്ളേരും നല്ല എൻജോയ് ചെയ്താണ് നമ്മുടെ ഈ ഒരു പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ കയറിക്കൊണ്ടിരിക്കണേ. എല്ലാവർക്കും നല്ല എൻജോയ്മെൻ്റ് ആയിട്ടോ ഈ ഒരു ട്രക്കിങ്. പക്ഷേ കരടി എനിക്ക് തോന്നുന്നത് ഈ സമയത്ത് ഇറങ്ങില്ല എന്ന് തന്നെയാണ്. അത് ഈ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ മല ഇറങ്ങുമെന്ന് പറയണ കരടി. അപ്പോൾ പിള്ളേരതും പ്രതീക്ഷയാണ്. കയ്യിൽ നമ്മുടെ നാരങ്ങ മിഠായിയൊക്കെ കരുതിയിട്ടുണ്ട് കരടിക്ക് കൊടുക്കാനായിട്ട്. ദൈവനാണ് നാരങ്ങ മിഠായിയുടെ ആള്. കാരണം കരടികൾക്ക് സ്വീറ്റ്സാണ് ഭയങ്കര ഇഷ്ടം എന്നാണ് പറയണത്. पूरा एरिया और यहाँ पर बहुत क्लाइमेटिकल चेंजेस होते हैं जो प्रेजेंटली है. हो सकता है यहाँ पर ओशियन होता
या डेजर्ट होता या स्नो माउंटेन्स होते हैं, ये क्लाइमेटिकल चेंजेस हो सकते थे, पॉसिबिलिटीज थी। ठीक है, तो अभी हम लोग भृगु आश्रम के बैक साइड एरिया में है, इस माउंटेन्स तक हम लोग लाते हैं। बताया मैंने, यहाँ पर गुरु शिखर है, आपके साइड यहाँ पर राइट हैंड साइड से। अच्छा, അപ്പോൾ ഗൈസ് ബാക്കിൽ കാണുന്ന ആ ഒരു മൗണ്ടൈനാണ് അരാവലി റേഞ്ചിലെ ഏറ്റവും പീക്കസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ടുള്ള ഗുരു ശിഖർ. ബാക്കി ഇതിനെ കുറിച്ച് നമ്മുടെ മെഹുൽ ഭായി പറയുന്നതായിരിക്കും. ഓക്കെ, सामने आप देख ही रहे होगे कि ऑरेंज कलर का गुरुशिखर का पीक दिख रहा है, वो अरावली रेंज का सबसे हाईएस्ट पीक है। और अरावली रेंज दुनिया की सबसे प्राचीन रेंज है, और वहाँ पे एक शूटिंग पॉइंट भी है जहाँ पे एक मूवी है, उसका शूटिंग हुआ था। बहुत पॉपुलर मूवी है, मूवी का नाम तो मुझे नहीं पता, पर बहुत फेमस मूवी है। और काफ़ी सारी पब्लिक वहाँ पे होती है, और वहाँ पे शूटिंग पॉइंट पे लोग फोटोज़ वगैरह खींचते हैं, और वहाँ से व्यू भी अच्छा आता है। നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് വീണ്ടും തിരിച്ചെത്തിയേക്കാണ്. അപ്പോൾ ഇപ്പോൾ സമയം 2 മണിക്ക് അടുത്തായി. പിള്ളേരൊക്കെ നന്നായി വിശന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഫുഡ് ഏകദേശം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കി കുറച്ചും കൂടി സാധനം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ മെയിൻ ഫുഡ് ഇവർക്കായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ പൊറോട്ടയാണ്. കണ്ടോ, ഇച്ചിരി വെറൈറ്റി ആയിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു പൊറോട്ടയാണ്. അത് മൈദ കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ഗോതമ്പ് കൊണ്ടാണ് അവരുണ്ടാക്കണേ. യെസ്, അപ്പോൾ ദേ അവരെന്നെ വിളിക്കണ്ട അവിടെ സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് പോവാം. യെസ്, ഇവിടെ വെച്ചാണ് നമ്മുടെ സർവിങ് കാര്യങ്ങൾ നടക്കണേ. യെസ്, सलाद का स्पून कहाँ है? हाँ, ओके ओके ओके, मैं अभी लेके आएगा. സലാദ് ന് സ്പൂൺ മോക്ലാവോ അമിത് ഭായ്? ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവർക്കായിട്ട് ഒരുക്കി വെച്ചാണ്. अमित भाई जीज भाई, जीज भाई, भरत भाई, तुषार भाई, गर्ल्स गर्ल्स, मैम അങ്ങനെ ലഞ്ചിന് ശേഷം ഞങ്ങൾ ഇവിടുത്തെ പിള്ളേരുകളെ 5 ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കൂട്ടുകാർക്ക് റോക്കിൻ്റെ ക്ലൈമ്പിങ്, അതുപോലെ തന്നെ മറ്റവർക്ക് റാപ്ലിംഗ് എന്ന് പറഞ്ഞാൽ റോക്കിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന പരിപാടി. അപ്പോൾ അതിന് വേണ്ടി റോപ്പും ഹെൽമെറ്റും പിന്നെ അതുപോലെ തന്നെ ഹാർനസ്സൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ ബാക്കി കുറച്ച് പേർക്ക് ആർച്ചറിങ് ഉണ്ട്, ഷൂട്ടിംഗ് ഉണ്ട്, പിന്നെ ഒരു ടീമിൽ ബാത്ത് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ സെറ്റിങ് കാര്യങ്ങളിലേക്ക് കിടക്കാം. हमारे मेहुल भाई लेडर क्लाइम करके गए, हार्डली 15 स्टेप्स है, और उनकी सांसें इतनी फूल चुकी है जैसे वो 500 फीट का वॉल क्लाइम करके ऊपर चढ़े हो. अभी उनकी बॉडी कांप रही है, देखो उनकी बॉडी शिविर कर रही है. अरे शिवर कर रहे അപ്പോൾ നമ്മുടെ മെഹുൽ ഭായി ഇതിന്റെ ക്വാളിറ്റി ചെക്കിങ് നടത്താണ്. കാരണം നമ്മുടെ क्लाइंबिंग कोर्स करके आए, लग रहा है कि उन्होंने कोर्स ഡർ ലഗ് രഹാ ഹൈ. उनको डर लग रहा है सही में. 20 फीट की हाइट से वो उनकी फट रही है. हाँ, एडवांस करना पड़ेगा जल्दी. उन्होंने माउंटेन ड्यू नहीं भी है ना शायद. അപ്പോൾ മെഹുൽ ഭായി ഇതിന്റെ ലാഡറിന്റെ ക്വാളിറ്റി ചെക്കിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ പിള്ളേരുകളെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സേഫ്റ്റി നോക്കണം. അതുകൊണ്ട് തന്നെ അപ്പോൾ റാപ്ലിങ്ങിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഞാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാമ്പ് സൈറ്റിൻ്റെ ഓണറായിട്ടുള്ള ഭരത് ഭായിയാണ്. അപ്പോൾ ഞങ്ങൾ ഈ റാപ്ലിങ്ങിൻ്റെ ഈ റോപ്പും സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഈ കാണുന്ന റോക്കിലാണ് ഞങ്ങൾ റാപ്പിൾ ചെയ്ത് ഇറങ്ങാൻ പോകുന്നത്. सर अभी सर सारी टीम वहाँ पर അങ്ങനെ നമ്മുടെ റോപ്പ് ഇവിടെ ഈ മരക്കുറ്റിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. डाउन चढ़ने को कहते ഇനിയിപ്പോൾ നമ്മുടെ ഭരത് ഭായി ഫസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് പേര് താഴ്ത്തുകയാണ്. नेचुरल वॉल हो, आर्टिफिशियल वॉल हो, बिल्डिंग हो, डाउन करने की टेक्निक को कहेंगे रैपलिंग. ओके, तो अभी हम लोग कर रहे हैं रैपलिंग में भी बहुत सारे टाइप्स होते हैं. अभी हम लोग जो कर रहे हैं वो है लॉन्ग स्लिंग रैपलिंग. एक होती है शोल्डर रैपलिंग, साइड रैपलिंग, स्टमक रैपलिंग, बहुत सारे टाइप्स है. तो अभी आप बेसिक करेंगे लॉन्ग स्लिंग रैपलिंग. डन. ये जो सरफेस डाउन, कुछ नहीं होगा. डाउन डाउन. हाँ, वेरी गुड वेरी गुड. पीछे की और पैर सीधे रखो. आप देखो गलती क्या कर रहे हैं, पैर है ना? बेंड नहीं करना है.
हाँ ऐसा सीधा है, ये गुड गुड पोजीशन गुड। में आना है। चलो गुड, डाउन 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 डाउन, पैर खोलो, आपको लेग स्ट्रेट रखने हैं, बेंड नहीं करना है, हाथ पीछे रखना है और ഇത് എൻ്റെ ഇവിടുത്തെ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതേ ഗസ്റ്റസ് ഒക്കെ ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഫുൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ സാധനങ്ങളും ഫോൾഡ് ചെയ്ത് തിരിച്ചു വയ്ക്കുകയാണ്. കണ്ടോ? യെസ്. അപ്പോൾ ഇനി അടുത്ത ഗസ്റ്റസ് വരുന്നവരെ ഇനി ഇവിടെ നമുക്ക് റെസ്റ്റ് ആയിരിക്കും. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഇവിടുന്ന് പോവും. ഇവിടുന്ന് നമ്മുടെ മെഹുൽ ഭായിയോടൊപ്പം ഇവിടെ പാലംപൂരിലേക്ക് പോവാണ്. നമ്മൾ ഇന്ന് ഗുജറാത്തിലെ പാലംപൂരിലേക്ക് യാത്ര തിരിക്കേണ്ടതായിരുന്നു. പക്ഷേ അവരിന്ന് എന്നെ വിട്ടില്ല. അപ്പോൾ ഇന്ന് ഇവിടെ കേരള ഫുഡായിട്ട് നമുക്ക് ഇഡ്ഡലി അതുപോലെ തന്നെ ചട്നി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനായിട്ട് വലിയ പിടിയൊന്നുമില്ല. അപ്പം ഞങ്ങൾ പയ്യെ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ പയ്യെ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോടെ അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് ഈ കാണുന്നത്. തക്കാളി അതുപോലെ തന്നെ ഫസ്റ്റ് ട്രയലായിട്ട് ഇഡ്ഡലി ഇത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല. യെസ്, ഈ രീതിയാണ് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി തരാൻ പോണേ. യെസ്, മേക്കിംഗ് ഇഡ്ഡലീസ് ഫസ്റ്റ് ട്രൈ. നോട്ട് സ്ട്രഗിളിങ്, ഇറ്റ്സ് ടു ഈസി. ഇവിടെ തേങ്ങ അരച്ചോണ്ടിരിക്കുകയാണ് ചട്നിക്ക് വേണ്ടി. ഇവിടെ ബാക്കി രണ്ടാൾ ഇവിടെ ഫയർ ക്യാമ്പില് ഇഡ്ഡലി സാമ്പാർ. യെസ്, അണ്ണ അണ്ണനായി ചേട്ടാ. യെസ്, ചേട്ടാ मतलब भाई ചേട്ടാ. बड़ा भाई को ചേട്ടാ बोलता है, छोटा आई लाइक. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അണ്ണാനായി ചേട്ടാ. അപ്പോ സൗത്ത് ഇന്ത്യൻ ടേസ്റ്റിന്റെ ഒപ്പം ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചും കൂടി. ബടാ ചേട്ടാ. मेहुल भाई कैसे? खाना अच्छा है, इडली अच्छा नहीं है पर दाल अच्छा है. അങ്ങനെ ഞങ്ങളിപ്പോ അജൽഗഡ് മല ഇറങ്ങി ഇപ്പൊ താഴേക്ക് വന്നു. അവിടുന്ന് ഏതാണ്ട് ഒരു 60 കിലോമീറ്ററോളം സഞ്ചരിച്ച് ദാദിവാഡ എന്ന് പറയുന്ന ഡാമിന്റെ അടുത്താണ് ഞാനും അതുപോലെ തന്നെ നമ്മുടെ മെഹുൽ ഭായും അമിത് ഭായും പിന്നെ ഭാവന ദീദി നിൽക്കുന്നത്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അത്യാവശ്യം കുറച്ച് ഇപ്പുറത്ത് തരിശ് പോലത്തെ ഭൂമിയും ഇപ്പുറത്ത് അതുപോലെ തന്നെ നമ്മുടെ ഡാമിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 5:30 അടുത്തായി. അപ്പോൾ ഇനി നമുക്ക് അധികം വൈകാതെ തന്നെ നമ്മുടെ മെഹുൽ ഭായിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ ഫിഷ് ഫ്രൈ അടിച്ച് കഴിക്കണം. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഫിഷൊക്കെ കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ പാലംപൂർ നമ്മുടെ മെഹുൽ ഭായിയുടെ വീട്ടിലെത്തി. അപ്പോൾ ആള് ഇവിടെ മെഹുൽ ഭായിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ തന്നെ കറങ്ങി കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്ന് ഫുള്ള് ട്രക്കിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയിലേക്ക് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.